മറ്റുള്ളവരെ സഹായിക്കണം, ചാരിറ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആൾക്കാരെ കാണാറില്ലേ? വലിയ പൈസക്കാരൊക്കെ ചാരിറ്റി ചെയ്യുന്ന അവരുടെ ടാക്സിലൊക്കെ കുറവുണ്ടാകും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്, അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടും ഉള്ളത്. എന്നാൽ സാധാരണ ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ചില ആൾക്കാർ ഇങ്ങനെയുള്ള ചാരിറ്റി ആയിട്ട് ഇറങ്ങും. അവരുടെ ഉദ്ദേശം എന്നാ? പേരുണ്ടാക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മനുഷ്യനാകണം, അല്ലെങ്കിൽ എല്ലാവരും പറയണം, കുറച്ച് പേരുടെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കണം എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നടക്കും. ഇങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന്, ഇടത്തരം കുടുംബത്തിൽ നിന്ന് പോകുന്ന ഇത്തരം ആൾക്കാർ വീടുകൾ നോക്കാറില്ല, അവനവൻ്റെ സ്വന്തം വീടുകളെ നോക്കാറില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ പോയി കൂട്ടിരിക്കുകയും ആശുപത്രി കൂട്ടിരിക്കുകയും പൈസ ചിലവാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കും. അവരുടെ മക്കളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഈ വീട്ടിലെ മക്കളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണമെന്നും ഇവരുടെ ഫീസ് അടയ്ക്കണത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് കഴിയുന്നതെന്നോ സ്വന്തം വീട്ടിലെ കാര്യം ഇവർ അന്വേഷിക്കാറേ ഇല്ല. ഇങ്ങനെ കുറേ കാലം നടന്നു കഴിയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് അവിടെയുമില്ല ഇവിടെയില്ല എന്ന്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇടത്തരം കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ കുടുംബത്തെയാണ്. അതിനുശേഷം വേണം മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുക, ഇല്ലേ? ഇനി ഒരു കാര്യം കൊണ്ട് ഈ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കുമുണ്ട് സ്വന്തക്കാരും ബന്ധുക്കളും അയൽക്കാരും ഒക്കെ എന്ന് നമ്മൾ ചിന്തിക്കുക. അവർക്കും ഏത് രീതിയിൽ വേണേലും നമ്മൾ ജീവിക്കും പോലെ തന്നെ അവർക്കും ജീവിക്കാൻ പറ്റും. അതിനുള്ള ശ്രമങ്ങൾ നടത്താതെയാണ് അവർ. അപൂർവം കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ ഒത്തിരി അവശത ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നത്. എങ്കിലും അവരെ സഹായിക്കാനും കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ കാണും. അതായത് കാശ് മുടക്കണമെന്നൊന്നുമില്ല, ഒന്ന് കൂട്ടിരിക്കാനെങ്കിലും ഒരാൾ കാണും. ഇത് സ്വന്തം വീട്ടിലെ ഭാര്യയെയും മക്കളെയും അമ്മയും അച്ഛനെയും ഒക്കെ ഇട്ടിട്ടാണ് ഇവർ പോയി കൂട്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി കുറേ കാലം കഴിയുമ്പോൾ ഇവർക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്നാണെന്നറിയാമോ? അവരും അവരുടെ ആരോഗ്യവും അവരുടെ നല്ല നിലയും ഒക്കെ എത്തിക്കഴിയുമ്പോൾ അവരവരുടെ വഴിക്ക് പോവുകയും ചെയ്യും. ഇവർ വീണ്ടും ഇവരുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെയായി തീരുകയും ചെയ്യും. എനിക്കറിയാവുന്ന ഒത്തിരി കുടുംബമുണ്ട്. ബാങ്കിൽ നിന്ന് ഇങ്ങനെ ബാങ്കിൽ കൂടെ പൈസയൊക്കെ അക്കൗണ്ടിലേക്ക് വരുത്തി ചികിത്സാ ചെലവും ഒക്കെ നടത്തി ഒരാളെ രക്ഷപ്പെടുത്തി വിട്ടിട്ട് അയാൾ തിരിഞ്ഞു പോലും മറ്റുള്ളവരെ നോക്കിയില്ല. ഈ സഹായിച്ചവരെ ഒന്നും ആ പുള്ളി കണ്ടപാട് പോലും വെച്ചില്ല. ആ പുള്ളിയുടെ പണി നോക്കി പോവുകയും ചെയ്തു. അക്കൗണ്ടിൽ ബാലൻസ് മിച്ചം പൈസ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണേലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അയാളുടെ ഭാഗ്യം എന്ന് കൂട്ടിയാൽ മതി. അയാളുടെ അസുഖം ഭേദമാക്കി, അയാൾ ആക്സിഡൻറ്റ് പറ്റിയതാണ്, അയാൾ രക്ഷപ്പെട്ടു പോയി, അയാളുടെ കുടുംബവും രക്ഷപ്പെട്ടു പോയി. ആ സമയത്ത് ഈ കൊടുത്ത് സഹായിച്ച് രാവും പകലും അവർക്ക് വേണ്ടി നടന്നവരുണ്ടല്ലോ, ഇന്നും മുഴുപട്ടിണിയിൽ കുടുംബം ഭാര്യയും മക്കളുമായിട്ട് വഴക്കുമായിട്ട് ഇങ്ങനെ കഴിയുന്നു. അപ്പോൾ ഒന്ന് ചിന്തിക്കുക. നമ്മൾ രാവിലെ ഇറങ്ങി ഷർട്ടും എടുത്തിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ പിന്നിൽ നമ്മുടെ കൂടെ വിശ്വസിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ വന്ന ഒരു ഭാര്യയുണ്ട്, ഒരു മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവരുടെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുക. അതല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സേവിക്കാൻ ഒക്കെ ഇറങ്ങുമ്പോൾ ഒന്നോടെ ആലോചിക്കുക. ചെയ്യണ്ട എന്നല്ല, അർഹതപ്പെട്ടവർക്ക് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഫുൾ ടൈം അതിനായിട്ട് ഇരിപ്പോൾ പൈസ ഉണ്ടെങ്കിൽ